ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സൽന. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. നമ്മൾ ഫോം റാപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ നീളത്തിലുള്ളൊരു ഫോം റാപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കവറായിട്ട് വരുന്നതാണ്. നമ്മൾ വെറുതെ വേസ്റ്റ് കളയല്ലേ ചെയ്യുക. നമുക്കിങ്ങനെ എടുത്ത് വെച്ചാൽ ക്രാഫ്റ്റെല്ലാം ചെയ്യാം. ഇത് ഞാനിപ്പോൾ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലോങ് റൈൻസ് വരുന്ന നീളത്തിൽ ആ ഒരു വര പോലെയുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഫ്ലവറിൻ്റെ പെറ്റലായിട്ട് എടുക്കേണ്ടത്. അത് നമ്മൾ ഏത് മെറ്റീരിയൽ എടുക്കുമ്പോൾ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഞാനിതിനൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. മടക്കി എടുത്തിട്ട് ഞാനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നുമില്ല, നമുക്ക് വേണ്ടുന്ന രീതിയിൽ നടക്കുക. ഞാൻ പിന്നെ ഇതിനൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. 5 പീസ് കിട്ടുന്ന വിധത്തിൽ ഞാനിപ്പോൾ മടക്കി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 ലെയറിനെ അങ്ങനെ തന്നെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ മുറിക്കുമ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുറിക്കുന്നത് കേട്ടോ. പിന്നെ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനെക്കാട്ടിൽ കുറച്ചും കൂടി ഒരു വലുപ്പത്തിലുള്ള നീളം കൂടി ഒന്ന് മുറിച്ചെടുക്കണം. അത് വെച്ച് നോക്കിയിട്ട് അതിനെക്കാട്ടി കുറച്ച് നീളത്തിലും കൂടിയിട്ട് അങ്ങനെയൊന്ന് മുറിച്ചെടുക്കണം. ഇതിലിപ്പോൾ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേപോലത്തെ പീസസ് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ 2 ഫ്ലവർ ഉണ്ടാക്കാനുള്ള രീതിയിൽ ആണ് എടുക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ 1 മുറിക്കുമ്പോൾ തന്നെ 10 എണ്ണം കിട്ടും. ഇതൊന്ന് മടക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു പെറ്റൽ പോലെ നമ്മളൊന്ന് മുറിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ തന്നെ നമ്മളെല്ലാം അങ്ങനെ തന്നെ മുറിച്ചെടുക്കണം. 2 സൈസിലുള്ള മുറിച്ച്. പിന്നെ നമ്മൾ ഒരു ഇസ്തിരി പെട്ടി മേലെ ഞാനിപ്പോൾ ഏകദേശം ഒരു 1 എന്നുള്ള ഒരു ഇതിൽ ഹീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ സൈഡെല്ലാം ഒന്ന് ഇസ്തിരി പെട്ടിക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മെഴുകുതിരി ഉപയോഗിക്കാം. മെഴുകുതിരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കുക. അധികം ഉരുകാൻ വേണ്ടി പാടില്ല. ജസ്റ്റ് ഒന്ന് വളഞ്ഞ പോലെ കിട്ടിയാൽ മതി. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇസ്തിരിപ്പെട്ടി മേലെ ചെയ്യുന്നത്. പിന്നെ ഇതേപോലെ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ ചെയ്താൽ മതി. ഇസ്തിരിപ്പെട്ടിയിൽ പറ്റി പിടിച്ചതൊക്കെ നമുക്ക് പോയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പേപ്പർ മേലെ ഇതൊന്ന് നല്ലോണം ഒന്ന് അരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതെല്ലാം ഈ പേപ്പറിൽ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് പോയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി നമുക്കൊന്ന് ചൂടൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം അരച്ചു കൊടുക്കുക. അപ്പോഴത്തേക്ക് തന്നെ ഇത് ക്ലീൻ ആയിട്ട് കിട്ടിക്കോളും. അല്ലെങ്കിൽ നമുക്ക് കോട്ടൺ തുണിയിൽ വേണമെങ്കിൽ അങ്ങനെ അരച്ചു കൊടുക്കുക. പിന്നെ അടുത്ത നമ്മൾ ഫ്ലവർ മേക്കിങ്ങിൻ്റെ കമ്പി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചാൽ തടിച്ച കമ്പിയാണ്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലുള്ള പോലെ തന്നെ പോളിസ്റ്റർ കോട്ടൺ വെച്ചിട്ട് ഒരു സ്ക്വയർ പീസിലുള്ള നെറ്റ് എടുത്തിട്ട് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഈ വീഡിയോ കാണുന്ന രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ കഴിഞ്ഞതിൽ നമ്മളൊരു ബോൾ ഷേപ്പിലല്ല ചെയ്ത്. ഇതിൽ നമ്മൾ കുറച്ചൊരു നമ്മളുള്ളൊരു മുട്ട പോലത്തെ ഷേപ്പിലാണ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ടൈറ്റാക്കി പിടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് ടൈറ്റാക്കി പിടിച്ചിട്ട് കെട്ടിക്കൊടുക്കും. പിന്നെ ഇത് കെട്ടുന്നതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ ജസ്റ്റ് അങ്ങനെ കാണിച്ചങ്ങ് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഫ്ലവർ മേക്കുന്ന അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ആ ഒരു വീഡിയോ. നമ്മളിതിൽ ചെറിയ പെറ്റലിൽ ഒന്നെടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക, ചേർത്ത് പിടിച്ചു കൊടുക്കുക. നല്ലോണം ഒന്ന് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കണം. ഈ ഒരു ഫോം റാപ്പ് ആയതുകൊണ്ട് നൂല് ഇളകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ 2-3 പ്രാവശ്യം നല്ലോണം ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. അത് ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ ഫ്ലവർ മേക്കിങ്ങിൽ ആദ്യം നമ്മളിങ്ങനെ ഓരോ കെട്ടിട്ടില്ല പോയി. ഇതിൽ 2-3 കെട്ടിട്ട് നല്ലോണം ടൈറ്റ് ആക്കിയിട്ട് കൊടുക്കണം. അതേ നമ്മളിതിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. ഇതിൻ്റെ തന്നെ വൈറ്റ് കളറിലുള്ളയും വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് അതിനെ കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതേ ഉള്ളൂ. അപ്പം അതിനെ കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പെറ്റലെടുത്തതിന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളിപ്പോൾ അടുത്ത പെറ്റൽ വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഭാഗത്ത് അതിൻ്റെ 2 ഒരു ഗ്യാപ്പ് പോലെ വരുന്ന ഭാഗത്താണ് നമ്മൾ അടുത്ത പെറ്റൽ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ എത്ര പെറ്റൽ വേണ്ടി വരുന്നുള്ളതല്ലോ നമ്മൾ ചെയ്യുന്ന ഒരു ഷേപ്പിൻ്റെ വണ്ണത്തിൻ്റെ അനുസരിച്ചിട്ട് ഉണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എത്ര വേണ്ടി വരുമെന്ന് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ ചെറിയ പെറ്റൽ ഒരു 7 എടുത്തിട്ടുണ്ട്. പിന്നെ വലിയ പെറ്റൽസ് എല്ലാം വെച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ റെഡി കിട്ടും. ഓരോൻ്റെ ഗ്യാപ്പ് നോക്കിയിട്ട് എടുക്കുക. പിന്നെ ഞാനിപ്പോൾ ചോളത്തിൻ്റെ തോലി കളർ ചെയ്തെടുത്തിട്ടുള്ളതാണ് എടുത്തത്. ഇത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഫുഡ് കളറാക്കിയിട്ട് പതിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ നമ്മൾ നീളത്തിലുള്ള ഒരു ഗ്രെയിൻസ് പോലത്തെ ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതേപോലെ സിഗ്സാഗ് പോലെ മുറിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഒരു സെപ്പൽസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോം റാപ്പ് വൈറ്റ് ഉണ്ടെങ്കിൽ അതിൽ കളർ കണ്ടിന്യൂ കാലക്സ് പോലത്തെ ഒരു ഭാഗമായിട്ട് അങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇലയും കട്ട് ചെയ്തെടുത്തിട്ട് ഏകദേശം റോസ് പൂവിൻ്റെ ഇല പോലെ വെച്ചിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ അതിന്മേൽ നമുക്ക് ഫിക്സ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് കമ്പി വെച്ചിട്ട്
ഞാനിപ്പോൾ ഗ്രീൻ ടാപ്പിൽ പശയാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നല്ലോണം ഫിക്സ് ആയിട്ട് നിന്നോളാം. എന്നാലും നമുക്ക് ഇങ്ങനെ വളച്ചെടുക്കാനോ തിരിക്കാനെല്ലാം കഴിയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം ഒന്നും കൂടി ആ ഒരു കമ്പിമേലൊന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലീഫൊന്ന് ഇങ്ങനെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നമ്മളിത് ഈ ഫ്ലവറിലൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ നടുഭാഗത്ത് വെള്ള കളറായതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പിങ്ക് കളറാക്കി കൊടുത്തിന്. അപ്പോൾ ഈ ലൈറ്റ് റോസ് മേലെ പിങ്ക് വന്നേരം ഒരിത് ഇല്ല. അതുകൊണ്ട് ഞാൻ ഒരു ബ്രഷ് നനച്ചിട്ട് ഈ നടുക്കുന്ന തന്നെ പെയിൻ്റ് എടുത്തിട്ട് ഇതിൻ്റെ എല്ലാ ഇതളും മേലെല്ലാം ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പം കാണുമ്പോൾ ഇങ്ങനെയാണ്. പക്ഷേ ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ഇത്ര കളറൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ബോറൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണുള്ളത്. നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ചിലവ് ചുരുക്കിയിട്ടുണ്ടാക്കാൻ പറ്റിയ നല്ല രസമുള്ള ഫ്ലവർ തന്നെയാണ് ഇത്. എല്ലാവരും ഈ ഒരു ഫ്ലവർ ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസി ആയിട്ടുള്ള ഫ്ലവർ തന്നെയാണിത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ബോട്ടിൽ ആർട്ടിൻ്റെ ചിരട്ട ക്രാഫ്റ്റെല്ലാം കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ എല്ലാം കണ്ടു നോക്കാം. പിന്നെ നമ്മളെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരോടോ കുടുംബക്കാരോടെല്ലാം ക്രാഫ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാരോടെല്ലാം പറഞ്ഞിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുഞ്ഞു ബെല്ലേക്കും പ്രസ് ചെയ്ത് അതിൽ ഓൾ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനിയും വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്